രഞ്ജിത്ത് പറയുന്നത്. താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു ദിലീപ് ദേവസ്യ. നമുക്ക് ഈ വാർത്തയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ വലിയ വിള്ളലുകളും വലിയ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അത് കണ്ണിൽ നിന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. തുടർച്ചയായിട്ടുണ്ടാകുന്ന മരണമാണ് വിസ്മയ, വിഭജിക, ഉത്ര, ചിത്ര. ഇവരുടെ ഓരോരുത്തരുടെ പേര് മാറുന്നതേ ഉള്ളൂ. സംഭവങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ വില്ലന്മാരും നായകന്മാരും നായികയും ഇരകളും ആക്കപ്പെടുന്നതും എല്ലാം ഒരേപോലെയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ആലുവയിൽ നിന്ന് കൂടി രാവിലെ മരണവാർത്തയാണ്, ക്ഷമിക്കണം, ഒരു പ്രധാന വാർത്ത വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലോഡ്ജിൽ ക്രൂരമായൊരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊല്ലം കുണ്ടറ സ്വദേശിനി അഖിലയാണ് മരിച്ചത്. നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അറിയുന്നത്. കൊലപാതക ശേഷം പ്രതി സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ചറിയിക്കുകയായിരുന്നു. വേറൊരു സൈക്കോ. അർജുൻ മട്ടന്നൂർ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഇതെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. കൊലപാതകം നടത്തുക, അതിനുശേഷം അത് ലൈവായിട്ട് സുഹൃത്തുക്കളെ വിളിച്ച് കാണിക്കുക, ഇതൊക്കെയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്? ഇവർ തമ്മിൽ കുറച്ചു കാലമായിട്ട് പരിചയത്തിലായിരുന്നോ? ഇവരുടെ ബന്ധുക്കളാരെങ്കിലും നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അർജുൻ? ഡോക്ടർ അരുൺകുമാർ, കുറച്ച് വർഷങ്ങളായി അഖിലയും ബിനുവും തമ്മിൽ സൗഹൃദത്തിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഇന്നലെ രാത്രി ഇരുവരും ഈ കാണുന്ന തോട്ടുങ്കൽ ടൂറിസ്റ്റ് ഹോമിൽ ആലുവയിലെ ഈ ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. ഇതിനു മുൻപും ഇവർ ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. ആദ്യം ബിനു ഈ റൂമിലേക്ക് എത്തുന്നു, അതിന് പിന്നാലെ ഈ അഖിലയും റൂമിലേക്ക് എത്തുന്നു. ഇരുവരും തമ്മിൽ വാക്തർക്കമുണ്ടാകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഈ ബിനു മദ്യലഹരിയിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ ഈ ഷാള് കഴുത്തിൽ മുറുക്കിക്കൊണ്ട് അഖിലയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം ബിനു തന്നെയാണ് ഈ സുഹൃത്തുക്കളെ വീഡിയോ കോൾ ചെയ്ത് അഖിലയെ കൊലപ്പെടുത്തിയ കാര്യം അറിയിക്കുന്നത്, മൃതദേഹം കാണിച്ചു നൽകുന്നത്. ഇത് അറിഞ്ഞ ഉടൻ തന്നെ സുഹൃത്തുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ആലുവ പോലീസ് ഈ ലോഡ്ജിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അത്തരത്തിലാണ് ഈ ബിനു, നേര്യമംഗലം സ്വദേശിയായ ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഒപ്പം ഈ മൃതദേഹം ഇവിടെ കണ്ടെത്തുന്നതും. ഈ ലോഡ്ജ് മുറിയിൽ തന്നെ ഇരുവരും ഉണ്ടായിരുന്നു, ഈ മൃതദേഹവും. അതോടൊപ്പം തന്നെ ബിനുവും ഈ ലോഡ്ജ് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ജീവനക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാണ് എന്ന് പോലീസിന് മനസ്സിലാക്കുന്നത്. 35 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഇവർ മറ്റു വിവാഹം കഴിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. നിലവിൽ ഈ ബിനുവിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ പോലീസിൽ ഈ കാര്യം അറിയിച്ച സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇരുവരും തമ്മിൽ സംസാരിച്ചു. അതിനിടെ തർക്കമുണ്ടായി എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ തർക്കത്തിനിടയിലാണ് സംഭവിച്ചതെന്ന് അറിയില്ല. കുറച്ച് താങ്ക് യു അർജുൻ.